ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളി, അത് പുളിയിഞ്ചി എന്നൊക്കെ പറയും. നമ്മൾ ഇപ്പോൾ ഓണത്തിന് നമുക്ക് ചെറിയൊരു തൊടുകറിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞെടുക്കാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്, കുറച്ച് ക്വാണ്ടിറ്റി മതി. നമുക്കൊരു തൊടുകറി ആയിട്ടല്ലേ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുന്നതനുസരിച്ച് ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് അധികം എടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുക്കാം. ഇഞ്ചി എല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഇത്ര വലുതാണ് ഞാൻ 5-6 എടുത്തേക്കണം. ചെറുതാണെങ്കിൽ 2 മണിയോട് കൂടുതൽ എടുക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. ഓവർ എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. അതേപോലെ പച്ചമുളകും ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. നല്ല എരിവുണ്ട്. എരിവ് കുറവാണെങ്കിൽ 1 കൂടി എടുക്കാം. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. കുരുകുരാന്ന് എങ്ങനെ അരിയണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറുതായിട്ട് ഞങ്ങൾക്ക് ഇതേപോലെ എടുക്കാം കേട്ടോ. കട്ടിംഗ് ബോർഡിലാണെങ്കിൽ അങ്ങനെ എടുക്കാട്ടെ. എനിക്ക് ഇങ്ങനെ അരിയണ ഇഷ്ടം, അതുകൊണ്ടാണ്. ചോപ്പറിൽ അരിയണമെങ്കിൽ അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചുകൊണ്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനേലും നല്ലത് ഇങ്ങനെയാണ്. എനിക്ക് ഇഞ്ചിയൊക്കെ കടിക്കാൻ ചെറുതായിട്ട് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേണ് നമുക്ക് നല്ലത്. ഞാൻ ഇതേപോലെ കുരുകുരാന്ന് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇഞ്ചി അരിയണ സമയം കൂടി ഞാൻ ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആ പുളി ഇളകാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്തി വെക്കാം. അവിടെ ഇരുന്ന് കുതിരട്ടെ. ഇഞ്ചി ഞാൻ പൊടിയായിട്ട് ഇതേപോലെ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഉള്ളിയും വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്കിനി ചീനച്ചട്ടി വെക്കാം. ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നാടൻ കറി ആകുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ അധികം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നല്ലോണം പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് ചെറുതീലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഓവർ തീ ഇടരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്, കരിഞ്ഞു പോകുള്ളൂ. ഇപ്പോൾ ടേസ്റ്റ് ആവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ചെറുതീലിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കാം നമുക്ക്. ഇഞ്ചി നല്ലോണം മൂത്ത് വന്നിട്ട് കേട്ടോ. ഞാൻ പിന്നെയും പറയാണ്, ചെറുതീലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. നല്ലോണം മൂത്ത് വരണ്ട. വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞുണ്ടാവും. ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ നല്ലൊരു സ്മെല്ലും വന്നിട്ട്. വെളിച്ചെണ്ണ ഓവർ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കാരണം ലാസ്റ്റ് ആകുമ്പോൾ ഇത് കറിയൊക്കെ റെഡി ആയി കഴിയുമ്പോൾ വെളിച്ചെണ്ണ നല്ലോണം വെളിച്ചെണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വന്ന് കിടക്കും. അപ്പോൾ ഓവറായി പോകും. ഇഞ്ചി വറക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഇഞ്ചി മൂത്ത് വരുന്നതനുസരിച്ച് വെളിച്ചെണ്ണ നല്ലോണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാതെ. നല്ലോണം മൂത്ത് വന്ന് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. മൂത്ത് വരുമ്പോഴേക്കും നല്ലോണം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചി നല്ലോണം മൂത്ത് വന്നിട്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ആണെങ്കിൽ 1 ടീസ്പൂൺ എരിവും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എരിവുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ. ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തീ കുറച്ചിട്ട് വേണം പൊടികളൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നല്ലോണം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വാളംപുളി കുതിർത്ത് വെച്ച വെള്ളമില്ല, അത് ഒഴിച്ചു കൊടുക്കട്ടെ. അരിച്ചോടോട്ട് ഒഴിച്ചു കൊടുക്കാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ നോക്കിയിട്ട് പുളി വേണമെന്ന് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ കേട്ടോ. നല്ലോണം വെട്ടി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചിട്ടേക്കാണ് ഞാൻ. ഈ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി അല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. കറുത്ത ശർക്കര ഇടാണ് നല്ലത്. അപ്പോൾ നല്ല കളർ കിട്ടും. ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 2 നുള്ള് ഉലുവ പൊടിച്ചത്, 1 നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഇരുതട്ടെ വെക്കും. അത്ര തന്നെ ഇടാൻ പാടുള്ള, ഓവർ ആവരുത്. നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് തീ കുറച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കാം. തീ കുറച്ചിട്ട് ഞാൻ നല്ലോണം അത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇരിക്കും തോറും നല്ലോണം കുറുകോട്ടെ. ഇപ്പം തന്നെ തിക്കായിട്ടുണ്ട് ഇത്. ഇരിക്കും തോറും ഇനി കുറുകയും ചെയ്യും. നല്ലോണം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.